മനുഷ്യരാശിയുടെ മറ്റൊരു കുതിച്ചുചാട്ടത്തിനായി ഒരുങ്ങുകയാണ് നാസ. മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള ആർട്ടമീസ് ദൗത്യത്തിന്റെ 2ാം ഘട്ടം ഫെബ്രുവരിയിൽ നടക്കും. അരനൂറ്റാണ്ടിന് ശേഷമാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കാൻ നാസ ഒരുങ്ങുന്നത്. അപ്പോളോ ദൗത്യത്തിന് അരനൂറ്റാണ്ടിന് ശേഷമാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാൻ നാസ ഒരുങ്ങുന്നത്. മനുഷ്യനെ ചന്ദ്രനിലിറക്കാനുള്ള ആർട്ടിമിസ് പരിപാടിയിൽ മനുഷ്യൻ ഉൾപ്പെടുന്ന ആദ്യ ദൗത്യമാണ് ആർട്ടിമിസ് 2. 4 ബഹിരാകാശ യാത്രികരാണ് ഈ ദൗത്യത്തിൽ ഉൾപ്പെടുന്നത്. 10 ദിവസം നീളുന്ന ദൗത്യം 2026 ഫെബ്രുവരിയിൽ നടക്കുമെന്ന് നാസ അറിയിച്ചു. 1972 അപ്പോളോ 17 ദൗത്യമാണ് മനുഷ്യനെ വഹിച്ചു നടത്തിയ അവസാന ചാന്ദ്രദൗത്യം. ഇതിനുശേഷം നിരവധി ചാന്ദ്രദൗത്യങ്ങൾ നടന്നെങ്കിലും മനുഷ്യനെ അയച്ചിരുന്നില്ല. ആർട്ടിമിസ് 2-വിൽ മനുഷ്യൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ ചന്ദ്രനിൽ ഇറങ്ങില്ല. ചന്ദ്രനിൽ നേരിട്ടിറങ്ങാതെ ചുറ്റിപ്പറന്നതിനു ശേഷം അവർ ഭൂമിയിലേക്ക് തിരികെ വരും. റോക്കറ്റിൻ്റെയും ബഹിരാകാശ വാഹനത്തിൻ്റെയും സംവിധാനങ്ങൾ പരീക്ഷിച്ച് ഭാവിയിൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ പഠിക്കും. നാസയിൽ നിന്നുള്ള റീഡ് വൈസ്മാനാണ് ദൗത്യത്തിൻ്റെ കമാൻഡർ. നാസയുടെ ബഹിരാകാശ ഗവേഷകരായ വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക് എന്നിവരും ദൗത്യത്തിലുണ്ട്. അതോടൊപ്പം കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്നുള്ള ജെറമി ഹാൻസനും ആർട്ടിമിസ് 2-വിലുണ്ട്. 2022 അവസാനമായിരുന്നു നാസ ആർട്ടിമിസ് 1 ദൗത്യം നടത്തിയത്. ഇതിന്റെ ഭാഗമായി വിക്ഷേപിച്ച ഓറിയോൺ പേടകം സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ എത്തിയിരുന്നു. 2027 യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആർട്ടിമിസ് 3 ദൗത്യത്തിലാണ് മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. സയൻസ് ഡെസ്ക്, ജനം. നിരവധി പ്രേക്ഷകരുടെ കമൻ്റ് ഉണ്ട്. പ്രകാശ് എന്നയാൾ പറയുന്നത് 1995 മുതൽ ജനകീയ ആസൂത്രണം വഴി മലപ്പുറത്തേക്ക് കോടികൾ ഒഴുകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സമഗ്ര ഓഡിറ്റിംഗ് നടത്തണമെന്നുള്ളതാണ്. കാരണം മലപ്പുറം ജില്ലയിലേക്ക് ഒരുപാട് സർക്കാരിൻ്റെ സ്കീമുകളും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പദ്ധതികളുമൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് ചിലർ പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല എന്നാണ് ഈ പ്രേക്ഷകൻ ഉദ്ദേശിക്കുന്നത്. രവീന്ദ്രൻ ബി, സദാനന്ദൻ നെടുനിലം അവരെല്ലാം ജനം ടീമിന് നമസ്തേ പറയുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം, നല്ലൊരു ദിവസം. ഉഷ നെല്ലൂർ, ഉഷാജി ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം നമസ്കാരം. ജനം ടീമിന് അവർ അഭിനന്ദനം അർപ്പിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് തിരിച്ചു പറയാനുള്ളത് ഇന്നത്തേത് ഒരു നല്ല ദിവസമായി മാറട്ടെ. ഒപ്പം നവരാത്രി കാലഘട്ടമാണ്, ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. വളരെ വിശേഷാൽ പൂജകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്, ദേവി ഉപാസനയുടെ കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല ഒരു ദിവസം ഈ ജനം ടി വിയുടെ ടീമും അങ്ങോട്ട് നേരുകയാണ്.